നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. തിരൂർ സർവീസ് സഹകരണ ബാങ്ക് ശതാബ്ദി നിറവിൽ. ബാങ്ക് വിവിധ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 18-ന് ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് തിരൂർ ഓല വിദ്യാലയം കോൺഫറൻസ് ഹാളിൽ തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും. വൈദേശികാധിപത്യത്തിനെതിരായി സമാനതകളില്ലാത്ത പോരാട്ടം കൊടുമ്പിരി കൊണ്ട 1920കളിൽ സാമ്പത്തികമായി തകർന്നടിഞ്ഞ ഒരു സമൂഹത്തെ ഉയർത്തെഴുന്നേൽക്കാൻ ഉത്തേജനം നൽകി കാർഷിക മേഖലയായ ചെമ്പ്രയിൽ 1924-ൽ ഐക്യനാണയ സംഘം എന്ന പേരിൽ രൂപീകരിച്ച സംവിധാനമാണ് പിന്നീട് തിരൂർ സർവീസ് സഹകരണ ബാങ്കായി രൂപാന്തരപ്പെട്ടത്. തിരൂർ മുനിസിപ്പാലിറ്റി പ്രവർത്തന മേഖലയായി 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ബാങ്ക് നിലവിൽ എല്ലാ ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളും ഇടപാടുകാർക്ക് നൽകി വരുന്നു. ശതാബ്ദി നിറവിൽ എത്തി നിൽക്കുന്ന ബാങ്ക് വിവിധ പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. 100ാം വാർഷികം. ഈ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ ഈ ബാങ്കിന്റെ ഒരു ചരിത്രമുണ്ട്. അത് അധികം ആളുകൾക്ക് അറിയില്ല. ഈ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പ്രദേശത്ത് നടന്നിട്ടുള്ള ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും നിസ്സഹകരണ സമരത്തിന്റെയും പിന്നെ ഒരു ബാക്കിപത്രമാണ് ഈ ബാങ്ക്. അതിന്റെ ഈ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് വേഗം ട്രാജഡിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പ്രസ്ഥാനം അടിച്ചമർത്തപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്ത് നടന്ന അതിഭീകരമായ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അടിച്ചമർത്തലിനെ തുടർന്ന് ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ട് തകർന്നു. കൃഷിയെ ആശ്രയിച്ചുള്ള ജീവിതമാർഗമാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി, കാരണം ഇവിടുത്തെ ജനങ്ങളുടെ ഈ പർച്ചേസിംഗ് പവർ ഉണ്ടല്ലോ, ദേശീയ പ്രസ്ഥാനമാണ്. അപ്പൊ ആ ഒരു ആശയം ഉൾക്കൊണ്ട് പ്രഥമ മുനിസിപ്പൽ ചെയർമാൻ കൂടിയായിരുന്ന നമ്മുടെ സാവക പ്രസിഡന്റ് മുഹമ്മദ് മൂപ്പൻ എന്ന ബാപ്പുട്ടി മൂപ്പന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഈ ബാങ്കിന് രൂപം നൽകുന്നത്. ഐക്യനാണയ സംഘം എന്ന പേരിൽ 1924-ലാണ് ഈ സംഘം രൂപീകരിക്കുന്നത്. ബാങ്ക് സ്ഥാപകൻ മണ്ടായപ്പുറത്ത് മുഹമ്മദ് എന്ന ബാപ്പുട്ടി മൂപ്പന്റെ പേരിൽ എൻഡോമെന്റ് കാർഷിക മേഖലയിൽ വിപ്ലവം തീർത്ത് ഈയിടെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ മുഹമ്മദ് മൂപ്പന്റെ പേരിൽ കർഷക പുരസ്കാരം, ATM ലോഞ്ചിംഗ്, ബ്രാഞ്ച് നവീകരണം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം 18-ന് ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് തിരൂർ ഓല വിദ്യാലയം കോൺഫറൻസ് ഹാളിൽ MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിക്കും. മുൻകാല പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറിമാരെ ശ്രീ AP അനിൽകുമാർ MLA ചടങ്ങിൽ ആദരിക്കും. വിദ്യാർത്ഥി പ്രതിഭകൾക്കുള്ള എൻഡോമെന്റ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ MLA നൽകും. കർഷക ആദരം നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും ചികിത്സാ സഹായം വൈസ് ചെയർമാൻ P രാമൻകുട്ടിയും CMDRF ഫണ്ട് സ്വീകരിക്കൽ രജിസ്ട്രാർ AP പ്രഭാഷും നിർവഹിക്കും. ചടങ്ങിൽ TP സതീശൻ, E ജയൻ, K ഇബ്രാഹിം ഹാജി, അഡ്വക്കേറ്റ് KA പത്മകുമാർ, പുളിക്കൽ ഹംസ, വെട്ടം ആലിക്കോയ, യാസർ പയ്യോളി, അഡ്വക്കേറ്റ് P ഹംസക്കുട്ടി എന്നിവർ ആശംസകൾ അർപ്പിക്കും. TVN ന്യൂസ്, തിരൂർ. SSLC +2 കഴിഞ്ഞു. ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500-ൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ, സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.